ആക്ച്വലി മാക്സിമം ഞാൻ എൻ്റെത് എത്തിയത് 132 കിലോ ആയിരുന്നു. അപ്പോൾ 132 കിലോ എന്നായിരുന്നു. പിന്നെ കുറച്ച് 75 എന്ന് പറയുന്ന ഒരു വെയിറ്റിലേക്ക്. പരസ്യത്തിലൊരു വാചകമുണ്ട്, ഞങ്ങൾ ലാസ്റ്റ് മമ്മൂക്ക വെച്ചിട്ട് ഷൂട്ട് ചെയ്ത, അതിൽ ഫെൻസിങ് ആയിരുന്നു. അതിൽ ഒരു ഫെൻസിങ് വാൾ ഫൈറ്റിൽ കഴിഞ്ഞ് മമ്മൂക്ക പറയുന്ന ഒരു അവസാന വാചകം എങ്ങനെയാണ്, അതായത് ജയിക്കേണ്ടത് ഏറ്റവും ശക്തരോടായിരിക്കണം, അത് നിങ്ങളാവണം. കാരണം മത്സരം നിങ്ങളോട് തന്നെ ആവുമ്പോൾ അവസാനിക്കുന്നില്ല, മികച്ചതിനേക്കാൾ മികച്ചതിലേക്കുള്ള തുടക്കം. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ അല്ല, ഐ വുഡ് സേ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതെന്നും നമ്മൾ 24/7 അലേർട്ടാണ്. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സക്സസ് സ്റ്റോറിയിൽ ഷെയർ ചെയ്യുന്നത്, ഒരുപക്ഷെ ഇത്രയും പ്രായം കുറഞ്ഞൊരു വ്യക്തി സക്സസ് സ്റ്റോറിയിൽ വന്നിട്ടുണ്ടാവില്ല. മറ്റാരുമല്ല, കെൻസയുടെ CEO ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ഷഹദ് മൊയ്തീനാണ്. നമസ്കാരം. ശരിക്കും നമ്മൾ 1991 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം കെൻസ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഉരുക്ക് എന്നുള്ള ഫീൽ ഉണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ എപ്പോഴും ലഭ്യമാവുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ആദ്യം തന്നെ കെൻസയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? കെൻസയിൽ നിന്ന് എങ്ങനെയാണ് ആ ഒരു തുടക്കം? കെൻസ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി 1991 1991 തുടങ്ങുമ്പോൾ കെൻസ എന്നായിരുന്നില്ല പേര്. അതെൻ്റെ ഫാദർ മൊയ്തീൻ കോയ, ബാബു എന്നാണ് വിളിക്കുക ഉപ്പാനെ. അതുപോലെ തന്നെ പുള്ളീൻ്റെ സുഹൃത്ത് മുജീബ് റഹ്മാൻ. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരു സ്റ്റീൽ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത്, അതായിരുന്നു BM സ്റ്റീൽസ്. അതായിരുന്നു ഞങ്ങളെ തുടക്കം. 1991 തുടങ്ങിയ സ്റ്റാർട്ടിങ് അതായിരുന്നു. അപ്പോൾ ആ തുടങ്ങി പിന്നെ പതിയെ ഞങ്ങൾ 2000 ഒരു സ്റ്റീൽ ഫാക്ടറി പ്രൊക്യൂർ ചെയ്ത്, അതിനുശേഷം 2012 അതായത് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ കാലഘട്ടത്താണ് ഞങ്ങൾ കെൻസ എന്നുള്ള ഒരു ആശയത്തിൽ വന്നത്. അതായത് ഒരു ക്വാളിറ്റി, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ ബ്രാൻഡിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, ആ രീതിയിൽ എത്തിപ്പെട്ടത്. അപ്പം മോർ ദാൻ ദാറ്റ് വി ഫോക്കസ്ഡ് മച്ച് ഓൺ ക്വാളിറ്റി. അപ്പോൾ അതൊരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് എത്തിക്കുക എന്നുള്ള ആശയത്തിലാണ് കെൻസ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2012 ബ്രാൻഡിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഒരുപാട് ജർമ്മൻ മെഷീനറീസ് ഇമ്പോർട്ട് ചെയ്ത് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്ത് പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്ത്, അപ്പോൾ ആ ഒരു സമയത്ത് ബ്രാൻഡിങ്ങിലും കൂടുതൽ ഫോക്കസ് വന്ന് ഇപ്പം 2024 നിൽക്കുമ്പം കേരളത്തിൽ ഏറ്റവും അധികം സ്റ്റീൽ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉള്ളതും അതുപോലെ തന്നെ ഏറ്റവും അധികം സ്റ്റീൽ ഹോൾസെയിൽ ഡിപ്പോസ് ഉള്ള യൂണിറ്റ്സ് ആയിട്ട് മാറാൻ സാധിച്ചു. ശരിക്കും നമ്മളൊരു സ്റ്റീൽ ഒരു ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പം എല്ലാവരുടെയും ഡോർ സ്റ്റെപ്പിലെത്തി നിൽക്കുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിയർ ബൈ അവർക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ അഷ്വർ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ ക്വാളിറ്റി തന്നെയാണ്. അപ്പം ഒരു 91 നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ്. അതിനെ നമ്മൾ കൊണ്ടുപോവുക, ഒരു ബിസിനസ്സിനെ നമ്മൾ എപ്പോഴും പറയും അതിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനും ബുദ്ധിമുട്ടാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത്. അപ്പം എങ്ങനെയാണ് ആ ഒരു പീരീഡ് എന്ന് പറയുന്നത്? കാരണം ആ ഒരു മെയിൻറ്റെയിനിങ് എങ്ങനെയാണ് കെൻസയിലോട്ട് എത്തുമ്പോൾ? ആക്ച്വലി പറഞ്ഞതുപോലെ 2012 കെൻസ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ആശയം വന്ന് പിന്നെ എനിക്ക് കൂടുതൽ ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ള സെഗ്മെൻറ്റിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു. പക്ഷേ പിന്നെ കാലക്രമേണ മനസ്സിലായി, ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തും എത്തണം. ഒരു കമ്പനീൻ്റെ അതിൻ്റെ ഫൈനാൻസ് ആയിക്കോട്ടെ, അതിൻ്റെ അക്കൗണ്ട്സ്, പ്രൊഡക്ഷന്, ക്വാളിറ്റി, സെയിൽസ്, മാർക്കറ്റിംഗ്, അങ്ങനെ എല്ലാ ഡിവിഷനും ഹെഡ് ചെയ്യുന്ന ഒരാളായി മാറും. അപ്പോൾ ആ രീതിയിൽ പിന്നെ കൂടുതൽ ബ്രാൻഡിങ്ങിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്കും കൂടുതൽ ഫോക്കസ് ചെയ്തു. അങ്ങനെ ആ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ചലഞ്ചസും ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു പുതിയ പറയുമ്പോൾ ഞങ്ങൾ 1991 തുടങ്ങി 2012 വരെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ഒരുപാട് മാർക്കറ്റിലേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഒരു പുതിയ ബ്രാൻഡാണോ, പുതിയതായിട്ട് ഇൻഡസ്ട്രിയിൽ വന്നതാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് തിങ് വാട്ട് വി ഫോക്കസ്ഡ് ഇസ് ട്രസ്റ്റ് എന്നുള്ളൊരു കാര്യം. അതായത് വിശ്വാസം ആണ് ജനങ്ങൾക്ക് ബ്രാൻഡിനോട് വേണ്ടി അല്ലെങ്കിൽ സ്റ്റീലിന് വേണ്ടിയത്. കാരണം ഒരു വീടോ അല്ലെങ്കിൽ ഏതൊരു നിർമ്മാണത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് TMT സ്റ്റീൽ. എവറിത്തിങ് ക്യാൻ ബി റീപ്ലേസ്ഡ്. ഇപ്പോൾ സ്റ്റീൽ, സിമെന്റ് അല്ലാണ്ട് വേറെ എന്തും നിങ്ങൾക്ക് ഇന്റീരിയറിൽ ഇന്ന ഡിസൈൻ പറ്റിയിട്ടില്ല, ഇന്ന പെയിന്റ് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ യു ഹാവ് ടു ചേഞ്ച് സോ ആൻഡ് സോ തിങ്സ് ക്യാൻ ബി ഡൺ. പക്ഷേ ദിസ് ഇസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. ഇതൊരു ബിഗർ ആയിരിക്കണം, ഇത് ബിഗർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇറ്റ് ഷുഡ് ബി വെരി കെയർഫുള്ളി ഇൻവെസ്റ്റഡ്. അപ്പോൾ ആ ഒരു കാര്യമാകുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, അപ്പോൾ വി ഹാവ് എ വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് ഈ 2024 നിൽക്കുമ്പോൾ കേരളത്തിലെ മേജർ പ്രൊജക്ട്സിന്, അതായത് പാലങ്ങൾ, ഹൈവേ പ്രൊജക്ട്സിനെല്ലാം കെൻസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നും മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ വി നോട്ട് ജസ്റ്റ് ആസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ ബ്രാൻഡ്,
കെൻസക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഐ ഹാവ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് മൈ കൺട്രി. അപ്പോൾ അതിന് ഞാൻ ഏറ്റവും ബെസ്റ്റായ ഏറ്റവും ക്വാളിറ്റി ആയ പ്രൊഡക്റ്റ് എത്തിക്കണം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് നിങ്ങൾ ചോദിച്ച കാര്യത്തിൽ ഐ ഡു ഹാവ് എ വെരി ഗുഡ് ടീം. ഒരു ക്വാളിറ്റി കൺട്രോളിങ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ് വളരെ സജീവമായിട്ടാണ് കെൻസയിൽ പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഓരോ സെഗ്മെന്റും വളരെ കാരണം എനിക്ക് എൻ്റെ വീട് പോലെയാണ് ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ വീടെടുക്കുമ്പോൾ അപ്പം ഐ ഫീൽ കുറച്ചും കൂടിയും അധിക രീതിയിൽ ശ്രദ്ധ ചെലുത്തിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ശ്രമിച്ചിട്ടുണ്ട് അതിൽ. അല്ല, ആ ശ്രദ്ധയുടെ ഒരു അഷുറൻസും കൂടിയാണ് സാധാരണ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടീസിലും കൂടുതൽ എനിക്ക് തോന്നുന്നു പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ബിൽഡിങ്സ്, ബ്രിഡ്ജസ്, അതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളിപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ കണ്ണൂർ കാസർഗോഡ് ഹൈവേയിൽ ഞങ്ങൾ റൺ ചെയ്യുമ്പോൾ അതിൽ ഞങ്ങൾ സപ്ലൈ ചെയ്ത അല്ലെങ്കിൽ കെൻസ കൊടുത്ത ഒരു പാലം ആണ്. അപ്പോൾ ആ പാലത്തിന്റെ മേലെ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഐ ഫീൽ ലൈക്ക് യെസ് ഐ ഹാവ് എ വെരി മച്ച് ബിഗർ റെസ്പോൺസിബിലിറ്റി. അതായത് നാടിന്റെ വികസനത്തിന്റെ ഭാഗമാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് എത്രത്തോളം ക്വാളിറ്റി ഏറിയതായിരിക്കണം, ഞാൻ അതിന്റെ പ്രൊഡക്ഷൻ സെഗ്മെന്റിൽ, ക്വാളിറ്റി സെഗ്മെന്റിൽ എത്രത്തോളം ശ്രദ്ധ ചെലുത്തണം എന്നുള്ളത് ഞാൻ ഒന്നും കൂടിയും ഒന്ന് അവെയർ ആവും. അപ്പോൾ ആ ഒരു കാര്യമാകുമ്പോൾ ഞങ്ങളൊരു 100% ഇടാനുള്ള എല്ലാ കാര്യവും ആസ് കെൻസ ടീം ആ എഫേർട്ട് എടുക്കുന്നുണ്ട്. അതാണ്, അത് എടുത്തു പറയേണ്ട കാര്യം കൂടിയാണ്. കാരണം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ അല്ല, ഒരു സമൂഹത്തിനാണ് ശരിക്കും നമ്മൾ റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ളത്. അതിൽ തന്നെ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് അതിൽ പറയാതെ പറയുന്നുണ്ട്. അതെ, 100%. വി ഡോണ്ട് കോംപ്രമൈസ് എനിത്തിങ് ഓൺ ദോസ് ക്വാളിറ്റി. അപ്പോൾ അത് അത്രയും ശ്രദ്ധിച്ചിട്ടാണ് അതിന്റെ പ്രൊഡക്ഷന്റെ ഓരോ സെഗ്മെന്റും ഓരോ സെക്ടറും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അതിന്റെ ഒരു പാറ്റേൺ ഉള്ളത്. ഓക്കെ, ഇനി മമ്മൂക്കയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും മെഗാ സ്റ്റാറും കൂടിയാണ്. അപ്പൊ മമ്മൂക്ക അധികം പരസ്യങ്ങളിലും ഇല്ല, പക്ഷെ കെൻസയിലുണ്ട്. നമുക്ക് എവിടെ നോക്കിയാലും കെൻസയിൽ അത് കാണുകയും ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് മമ്മൂക്കയിലോട്ട് എത്തുന്നത്, ആ ഒരു ഉരുക്ക് എന്നുള്ള ഒരു ഫീല് കിട്ടാനായിട്ട്? നമ്മള് പറയുമ്പോ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ എടുത്ത് പറയും മമ്മൂക്ക എന്ന് പറയുമ്പോൾ, മമ്മൂക്ക ഏതൊരു ഫോട്ടോ ഇട്ടാലും അല്ലെങ്കിൽ ഏതൊരു ഇമേജ് ഇട്ടാലും അത്രയും ശ്രദ്ധ എത്തിപ്പെടും അതിലേക്ക്. അപ്പോൾ 2022 ഞങ്ങൾ മമ്മൂക്കായിട്ട് സൈൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു വർഷം മുന്നേ 2021 മുതൽ പ്ലാനിങ് എല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ബ്രാൻഡ് അംബാസിഡർ വേണം എന്നുള്ളത്, അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസിഡർ കാരണം എനിക്ക് എൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്ലാൻ ആയ സ്ഥിതിക്ക് ഇറ്റ് വാസ് ഡിസൈഡഡ് എന്താണ്, എങ്ങനെയാണ്, ആരാണെന്നുള്ളത്. അങ്ങനെയാണ് മമ്മൂക്കയിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടത്. അങ്ങനെ എത്തി മമ്മൂക്ക പറയുന്ന നിങ്ങളിപ്പോൾ കണ്ട മാതിരി ഒരുപാട് ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ് അങ്ങനെയൊന്നും മമ്മൂക്ക ചെയ്യാറില്ല. അപ്പോൾ മമ്മൂക്ക വളരെ ബ്രാൻഡിനെ കുറിച്ച് പഠിച്ച് വളരെ മനസ്സിലാക്കിയിട്ടാണ് ഏതൊരു ബ്രാൻഡിങ് സെഗ്മെന്റും ചെയ്യാറുള്ളത്. അപ്പോൾ ഞങ്ങളെ ഹിസ്റ്ററി, ഞങ്ങളെ ഡീറ്റെയിൽസ്, ഞങ്ങളെ CSR ആക്ടിവിറ്റീസ്, ഞങ്ങളെ മറ്റു കമ്പനീൻ്റെ എല്ലാ ഡീറ്റെയിലും മമ്മൂക്കൻ്റെ ടീമിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പേഴ്സണലി മീറ്റ് ചെയ്ത് ആൻഡ് ഹി വാസ് സെറ്റ് ലൈക്ക് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ആൻഡ് ഐ വാസ് വെരി ഹാപ്പി. 2022 ഫെബ്രുവരിയിലാണ് ഞങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം 2024 നിൽക്കുമ്പോഴും ലൈക്ക് അതിന് ശേഷം ഞങ്ങൾ 1-2 ക്യാമ്പയിൻസ് എല്ലാം ഇറക്കി ആൻഡ് വിച്ച് വാസ് വെരി ഗുഡ്, വെരി സക്സസ്ഫുൾ. മമ്മൂക്കയിലും ബ്രാൻഡ് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ബ്രാൻഡിങ്ങിന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് ഒരുപാട് ഐഡിയാസ് തരും, ഒരുപാട് സജഷൻസ് തരും, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ബ്രാൻഡിനെ കൂടെ ഗ്രോ ചെയ്യാൻ. സോ ഇറ്റ് വർക്ക്ഡ് ഔട്ട് വെരി വെൽ. അതിൽ ശരിക്കും നമ്മൾ മമ്മൂക്കേനെ ഏറ്റവും എടുത്തു പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഫിറ്റ്നസ് അത്രയും നോക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെയാണ്. അതില് ഞാനത് എടുത്തു പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഷാദിഖേനെ നമ്മൾ അങ്ങനെയും കൂടെ ഒന്ന് അഡ്രസ് ചെയ്യേണ്ടതായിരുന്നു. 2012 നമ്മളൊരു ബിസിനസ്സിനെ നമ്മുടെ കയ്യിലെത്തി അതിനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് പോലെ പറഞ്ഞതുപോലെ തന്നെ 2013 ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ആണ്. ഞാനൊരു പിക്ചർ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. എങ്ങനെയാണ് അതിലോട്ട് വന്നത്? കാരണം അന്ന് എത്ര കിലോ ഉണ്ടായിരുന്നു? ആക്ച്വലി മാക്സിമം ഞാൻ എൻ്റെ എത്തിയത് 132 കിലോ ആയിരുന്നു. അപ്പോൾ 132 കിലോ എന്നായിരുന്നു. പിന്നെ കുറച്ച് 75 എന്ന് പറയുന്ന ഒരു വെയിറ്റിലേക്ക് എത്തി. നിയർ ടു 57 kgs ആയിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്നത് ഡയറ്റ് പ്ലാനോ അല്ലെങ്കിൽ ജിമ്മിൽ പോകാനുള്ള തീരുമാനം ഒന്നുമല്ല, വെയിറ്റ് കുറയ്ക്കണം എന്ന് ദൃഢമായിട്ട് എപ്പോൾ തീരുമാനിച്ചു എന്നുള്ളതായിരിക്കും അറിയേണ്ടത്. അത് ആക്ച്വലി 2013 ഇപ്പം 10 വർഷമായി ഞാൻ വെയിറ്റ് കുറച്ചിട്ട്. 2013 ഞാൻ ഡിസൈഡ് ചെയ്തത്. അപ്പം അതിനൊരു പോയിന്റ് എത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് ആസ് ഷഹദ് മൊയ്തീൻ എനിക്കൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഫീൽ ഉണ്ടായിരുന്നു.
കാരണം തടി ഇനി കൂടി വരുന്നതിൻ്റെ അതിൻ്റെ ഒരു ബോർഡർ എത്തി എന്നുള്ളൊരു ഫീൽ ചെയ്തത് എനിക്ക് ആ 132 ആയിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല അങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവ്. അപ്പോൾ എനിക്ക് എൻ്റെ ആവശ്യമായി മാറി തടി കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ തടി കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, എനിക്ക് ഐ നീഡഡ് എ വെരി ബിഗർ ചേഞ്ച്. അപ്പോൾ ആ ഒരു ചേഞ്ച് എന്ന് പറയുമ്പം അത് ഈ രണ്ട് വ്യക്തികൾ, ഈ 132 ഉള്ള ഷഹദും പിന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഷഹദും തമ്മിലൊരു ബിഗർ ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. സോ ഐ വാസ് വെരി മച്ച് ഡെഡിക്കേറ്റഡ് ടു ഇറ്റ്. അതിനായ രീതികളിൽ വർക്കൗട്ടും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനും ഫുഡ് പ്ലാനൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങി. ആദ്യം കുറച്ച് കാലം കൊണ്ട് തന്നെ എനിക്ക് തടി കുറയ്ക്കാൻ പറ്റി. ഏറ്റവും വലിയ സങ്കടം, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ 2 ഡിജിറ്റ് നമ്പർ വെയ്റ്റ് സ്കെയിലിൽ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഇനീഷ്യൽ ടാർഗറ്റ് അത് മാത്രമായിരുന്നു, ഒരു 2 ഡിജിറ്റ് നമ്പർ ഒന്ന് കാണണം എന്നുള്ളത്, ഇരട്ട സംഖ്യ ഒന്ന് കാണണം എന്നുള്ളത്. അപ്പോൾ അത് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി ഇതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് ഗുണപ്രദമാവും, ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇന്ന് നിൽക്കുമ്പോൾ 10 വർഷമായിട്ടും ഞാൻ സ്റ്റിൽ ഈച്ച് ആൻഡ് എവറി ഡേ എൻ്റെ എത്ര വർക്ക് ഉണ്ടെങ്കിലും എത്ര ട്രാവലിംഗ് ആണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും വർക്കൗട്ടിന് സമയം കണ്ടെത്തി ആ വർക്കൗട്ട് ചെയ്ത് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള എഫേർട്ട് കൂടുതലുണ്ട്. അപ്പോൾ ഐ വുഡ് ഓൾവേസ് സേ ദാറ്റ് കൺസിസ്റ്റൻസി is the key to everything. അതായത് കുറയ്ക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് അതങ്ങനെ കൺസിസ്റ്റൻസി ആയിട്ട് കൊണ്ടുപോകാന്നുള്ളത്. That is the main thing. കുറഞ്ഞു കഴിഞ്ഞാൽ we feel like yes I have achieved it, but it is not that. അത് ഇനി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയി അത് കൊണ്ടുപോകുമ്പോൾ തന്നെയാണ് അതിനെന്നും അതിൻ്റെ എന്നും റിസൾട്ട്. ഞാൻ എന്നും എല്ലാ വർഷവും ഞാൻ ഷഹദ് മൊയ്തീൻ പ്ലാൻ ചെയ്യുക ഈ വർഷമായിരിക്കും ഞാൻ എൻ്റെ ഏറ്റവും നല്ല ഫോമിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഷേപ്പിൽ എത്താന്നുള്ളത്. അതെല്ലാ കൊല്ലം ഇപ്പോൾ ഈ 2024 തുടങ്ങുമ്പോഴും എൻ്റെ റെസൊല്യൂഷൻ അതായിരുന്നു, ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ ഉണ്ടാവുക എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും രസം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ആളുകൾ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ശരിക്കും ആ ഒരു ഫോട്ടോ വന്ന് അത്രയും വൈറലായത് എന്നുള്ളതാണ്. 2013 ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഇത്ര അധികം ജനകീയമായിരുന്നെങ്കിൽ അന്നേ ഭയങ്കര വലിയൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ഐ വാസന്റ് ആക്റ്റീവ്. അതുപോലെ തന്നെ അങ്ങനെ ആ ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ അധികം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വെൻ ഐ സ്റ്റാർട്ടഡ് ഷെയറിങ് ഇറ്റ് ഓൺ മൈ ഇൻസ്റ്റഗ്രാം പേജ്, പിന്നെ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ ഐ വുഡ് സേ ദാറ്റ് വി ഷുഡ് ഷെയർ അവർ ജേർണി സോ ദാറ്റ് ഇറ്റ് മൈറ്റ് ഹെൽപ്പ് എ ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് ആൾക്കാർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയതും, അല്ലെങ്കിൽ അത് കാരണം ഒരുപാട് ആൾക്കാർ ആ ഒരു ജേർണിയിലേക്ക് എത്തിപ്പെട്ടതും. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ കാരണം മറ്റൊരാളുടെ ജീവിതത്തിൽ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊരു മാറ്റം ഉണ്ടാവുമെന്ന് പറയുന്നത് വി ഫീൽ വെരി ഹാപ്പി. കാരണം എനിക്ക് അന്ന് വേറെ ഒരാളായിരുന്നില്ല ഇൻസ്പിറേഷൻ, എനിക്ക് ഞാൻ തന്നെ ആയിരുന്നു. എനിക്ക് എൻ്റെ മോട്ടിവേഷൻ എൻ്റെ റിസൾട്ട്സ് ആയിരുന്നു. ഞാൻ തുടക്കകാലത്തിൽ എൻ്റെ ഓരോ മാറ്റങ്ങളും ഞാൻ കാണുമ്പോഴാണ് എനിക്ക് യെസ് ഐ ഹാവ് അച്ചീവ്ഡ് ദിസ്, ഐ തിങ്ക് ഐ ക്യാൻ ഡു മോർ. അപ്പോൾ എൻ്റെ ഐ വുഡ് ഓൾവേസ് സേ ദാറ്റ് മൈ റിസൾട്ട്സ് വാസ് മൈ ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ. തീർച്ചയായിട്ടും ഇതൊരിക്കലും തടിയുള്ളത് ഒരു പ്രശ്നമാണെന്നുള്ളതല്ല, പക്ഷെ ഈ പറയുന്ന പോലെ തടി കുറയ്ക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊരു വലിയ മോട്ടിവേഷനും ഒരു ഇൻസ്പിറേഷൻ ഒക്കെയാണ്. ദ റിയൽ ഇൻഫ്ലുവൻസർ എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊന്ന് ഷർട്ട് ഒന്ന് ടക്കിൻ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊരു വലിയ ആക്ച്വലി അതാ ഞാൻ പറയാം, എൻ്റെ ആ കാലങ്ങളിലേക്ക് ചോദിക്കാൻ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒന്ന് ടക്കിൻ ചെയ്ത് ഫിറ്റായിട്ട് നല്ല ഫോർമൽ ഡ്രസ്സൊക്കെ ചെയ്തെന്ന് പറയുന്നതായിരുന്നു. അപ്പോൾ അത് അച്ചീവ് ചെയ്തപ്പോൾ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. അപ്പോൾ അതാ പറഞ്ഞത് എല്ലാവർക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവണമെന്നില്ല, ബട്ട് ആസ് എനിക്ക് എൻ്റെ ജീവിതത്തിലും ബിസിനസ്സിലും എല്ലാം അനിവാര്യമായി തോന്നി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തടി കുറയ്ക്കണം എന്നുള്ളത് നിർബന്ധമായി എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതിൻ്റെ 100% അതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്തു. അതാണ് നമ്മളൊരു ഡിസിഷൻ എടുത്തു, അതിലോട്ട് എത്തിപ്പെട്ടു എന്നുള്ളത്. ഇപ്പം 2013 നമ്മൾ തടി കുറച്ചു എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് അതിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അതിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. റെസ്ട്രിക്ഷൻസ് അല്ല, നമ്മൾ ഇത്രയും കൂടെ ഡിമാൻഡ് ചെയ്തിട്ട് തന്നെ ഫുഡ് കഴിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ വർക്കൗട്ട്സും അതിനനുസരിച്ച് നടത്തേണ്ടതായിട്ട് വരും. ഇപ്പം കെൻസയിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കെൻസ സെയിം പ്രോസസ്സ് തന്നെയാണ്. കാരണം 91 സ്റ്റാർട്ട് ചെയ്തു, 2012 നമ്മൾ അതിനെ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിനൊരു മെയിൻറ്റെയിനിങ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു ഡയറ്റ് പ്ലാനും അല്ലെങ്കിൽ അവിടുത്തെ ഒരു വർക്കൗട്ട്സും എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? സോ ഫോർ കെൻസ ആക്ച്വലി 2012 ആസ് ഐ സെഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ തുടങ്ങിയ സമയത്ത് എന്നും ഫോക്കസ് ചെയ്തത് എങ്ങനെ കെൻസയെ അപ്സ്കെയിൽ ചെയ്യാം, എങ്ങനെ ഈ പറഞ്ഞ
കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ബ്രാൻഡായി മാറ്റാം, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഫോർ കെൻസ ഇറ്റ് വാസ് ലൈക്ക് മോസ്റ്റ്ലി ഫോക്കസ്ഡ് ഓൺ അപ്സ്കെയിലിംഗ് ദ ബിസിനസ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്വാളിറ്റിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത്, അതുപോലെ തന്നെ ബ്രാൻഡിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത്, മാർക്കറ്റിങ്ങിൽ കൂടുതൽ പ്ലാൻ ചെയ്ത്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഓൾവേസ് ലൈക്ക് ഐ ഡു ഹാവ് അതായത് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് ജനങ്ങളെ ഇടയിലേക്ക് ഇത് എത്തിക്കണമെങ്കിൽ ഐ ഷുഡ് ഫോക്കസ് മോർ ഓൺ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്ങിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം. കാരണം ജനങ്ങൾ അറിയണം ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഇതിന് ക്വാളിറ്റി ഇങ്ങനെയാണ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഈ കേരളത്തിലെ ഇത്ര ബിഗർ പ്രൊജക്ട്സിന് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്, ആൻഡ് വി ക്യാൻ ബി ട്രസ്റ്റഡ്, വി ഹാവ് ലൈക്ക് കമ്പനിയിൽ ഈ കെൻസയിൽ എന്നും നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാമിലി ബിസിനസ് ആക്ച്വലി. അപ്പോൾ ആ ഫാമിലി ബിസിനസ്സിൽ ഞങ്ങളെ ഫാമിലിയിലുള്ള ഓരോരുത്തരുമാണ് ഇതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഫോർ അസ് ഇറ്റ്സ് മോർ ഓഫ് പേഴ്സണലി അറ്റാച്ച്ഡ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് 2012 ഞാൻ കെൻസയിൽ ജോയിൻ ചെയ്ത സമയവും 2013 എൻ്റെ ട്രാൻസ്ഫോർമേഷൻ സമയം, അപ്പോൾ ഇറ്റ് വാസ് എ ബിഗർ 2 സമയവും ഞാൻ ഭയങ്കര ബിസിയായി നിന്നൊരു സമയമാണ്. അപ്പോൾ പക്ഷേ വാട്ട് ഐ ഫെൽറ്റ് ഇസ് ഐ നീഡ് ടു ഹാവ് ആസ് ഷഹദ് മൊയ്തീൻ, എനിക്ക് പേഴ്സണലി ഒരു മാറ്റവും ആവശ്യമാണ്, കെൻസയിലും ഒരു വലിയ മാറ്റം ആവശ്യമാണ്. അത് രണ്ടിനും അതെ ഫോക്കസ് വാസ് ദെയർ. അതാണ് മെയിൻ തിങ്. ഫോക്കസ് വിട്ടുപോയിട്ടില്ല, അങ്ങനെ തന്നെ കൊണ്ടുപോയി. അപ്പം ആ ഒരു സമയത്ത് ഒരു 23-കാരന്റെ ഡിസിഷനെ എങ്ങനെയാണ് ഫാദറും അതുപോലെ തന്നെ ഫാദറിന്റെ സുഹൃത്തും ഏറ്റെടുത്തത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ കമറാണ് ബിസിനസ്സിൽ വരുന്നത്. അപ്പം അവിടെ ഒരു വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു സ്റ്റീൽ കമ്പനിയെ നമ്മളൊരു കെൻസയാക്കി മാറ്റുവാണ്. സോ അങ്ങനെ ഒരു ഡിസിഷനെ ശരിക്കും എങ്ങനെയാണ് അവർ ട്രസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അതുമായി അവരത് കൊണ്ടുപോവാം എന്ന് വിശ്വസിച്ചത്? അല്ല, ദാറ്റ് ഈസ് ആക്ച്വലി എ ബിഗർ തിങ്. അതായത് ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു സാധനമാണ് ആ ജനറേഷൻ ഗ്യാപ്പ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഫാമിലി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടുതൽ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമായിരിക്കും ആ ഒരു ഐഡിയ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു പ്രൊജക്റ്റ് ഐഡിയാസ് ഈ 2 ജനറേഷൻ തമ്മിൽ കണക്ട് ചെയ്യാൻ ഒരു വലിയൊരു ബ്രിഡ്ജ് ഉണ്ട് അവിടെ. So what I felt is that more than giving a new idea, what I found is problems എന്താണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് I used to give a bigger presentation about the problems. ഞാൻ എപ്പോഴും എനിക്കൊരു ആവശ്യം അല്ലെങ്കിൽ കമ്പനിയിൽ ഒരു പുതിയ പ്ലാനോ ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ ആ ഐഡിയ പറയുന്നതിന് ഉപരി പ്രശ്നങ്ങൾ ആദ്യം ഫുള്ള് പറയും. So the management will feel that there are these and these problem which is very serious and should be addressed at the earliest. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിന് ഓവർകം ചെയ്യണമെങ്കിൽ ദേ നീഡ് എ സൊല്യൂഷൻ. ഐ ഓൾറെഡി ഹാവ് എ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ പ്ലാൻ. അപ്പോൾ ഞാൻ ആസ് കമ്പനീൻ്റെ CEO എന്ന നിലക്ക് ഞാൻ വളരെ പ്രോപ്പറായ ഒരു പ്രസൻറ്റേഷൻ, ഇപ്പോൾ എൻ്റെ ഫാദറാണ് ചെയർമാനെങ്കിലും ഐ ഡു ഗിവ് എ വെരി പ്രോപ്പർ പ്രസൻറ്റേഷൻ അബൌട്ട് വാട്ട് ഈസ് ദ തിങ് വിച്ച് വി ഷുഡ് ഡു. ആൻഡ് ആക്ച്വലി എടുത്തു പറയാൻ എനിക്ക് വളരെ സപ്പോർട്ടീവായിരുന്നു. ഇപ്പം ഫാദർ ആയാലും അതുപോലെ തന്നെ മുജീബ് ആയാലും വളരെ സപ്പോർട്ടീവായിരുന്നു. എൻ്റെ ഡെസിഷൻസിനെല്ലാം മനസ്സിലാക്കി അതിൽ എൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ചെയ്താൽ അത് നന്നാക്കാമെന്ന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ഗ്യാപ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ഇറ്റ് ഈസ് ബിക്കോസ് മൈ പ്രസൻറ്റേഷൻ ഐ ഫോക്കസ്ഡ് വെരി വെൽ നോട്ട്. ഞാൻ അതിൽ നല്ല പ്ലാൻ ചെയ്ത് വരും. അപ്പോൾ അതാണ് ഇപ്പോൾ എനിക്ക് 2024 ഒരു പുതിയ പ്ലാൻ അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഐ വുഡ് കം അപ്പ് വിത്ത് ദ പ്രോബ്ലംസ്. ഇത്ര പ്രശ്നങ്ങളുണ്ട്. ഈ വീഡിയോ കാണുന്നതിലൂടെ ഫാദറും മനസ്സിലാക്കും മിക്കവാറും പ്ലാനുമായിട്ട് വരുന്നുണ്ട്, സ്ട്രാറ്റജി പുറത്തേക്ക് പോയി. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ അവരെ കൺവിൻസ് ചെയ്യുന്നത്. അതെ, ഇറ്റ് വാസ് നോട്ട് അബൌട്ട് കൺവിൻസിങ്, ഇറ്റ് ആക്ച്വലി മോർ ലൈക്ക് അതെ, ഇറ്റ് വാസ് മോർ ഓഫ് എ പ്രസന്റേഷൻ ടുവേർഡ്സ് മൈ ഹയർ അതോറിറ്റീസിന് ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ അതിനെ കാണുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഇഫ് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്, അപ്പം ഞാൻ മനസ്സിലാക്കാം മൈ പ്ലാനിങ് വാസ് നോട്ട് അപ് ടു ദി പോയിന്റ്. അപ്പം ഐ ഷുഡ് വർക്ക് മോർ ഓൺ ദാറ്റ് ഇൻ എവറിത്തിങ്. ഇപ്പം ഞാനൊരു പ്ലാൻ തരുമ്പോൾ അതിൻ്റെ ഫിനാൻഷ്യൽസ് മുതൽ അതിൻ്റെ എക്സിക്യൂഷൻസ്, അതിൻ്റെ പ്രോസസ്സ്, എല്ലാ കാര്യത്തിലും എനിക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ബിക്കോസ് ഐ എം കമ്മിങ് അപ്പ് വിത്ത് എ ന്യൂ പ്ലാൻ. സോ ഐ ഫോക്കസ്ഡ് വെരി വെൽ ഓൺ ദാറ്റ്. അങ്ങനെ ഈ കഴിഞ്ഞ 13 വർഷത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ സ്കില്ല് കൂടുതൽ അതിലാണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് കെൻസ ഇത്ര അധികം വളർന്നു എന്നൊക്കെ പറഞ്ഞാലും അതിനൊരു സ്ട്രോങ് ബേസ്മെന്റ് വേണം. അപ്പൊ അതുണ്ടാക്കിയ 2 വ്യക്തികളാണ് നമ്മുടെ മൊയ്തീൻ കോയ സാറും അതുപോലെ തന്നെ മുജീബ് റഹ്മാൻ സാറും. അവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ആക്ച്വലി എൻ്റെ മെന്റേഴ്സ് എന്നൊക്കെ പറയുന്നത് അവർ തന്നെയാണ്. ഞാൻ ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളും കണ്ടുപഠിച്ച 2 പേരാണ്.
അപ്പം ആ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ തുടക്കമാണ് ആക്ച്വലി ഈ കാണുന്ന അല്ലെങ്കിൽ ഇന്ന് നിൽക്കുന്ന കെൻസ എന്ന് പറയുന്നത്. അപ്പം അത് ആക്ച്വലി ദ മെയിൻ തിങ് ഇസ് ദാറ്റ് ഈ പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് അവരെ കണ്ടിട്ടാണ് ഞാൻ കൂടുതൽ പഠിച്ചത്. ഹൗ ടു ഹാൻഡിൽ തിങ്സ് ഈസിലി ഒക്കെ ഇവരെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പം ആ ഒരു എന്താ പറയുക, എൻ്റെ ഫാദർ ആയാലും മുജീബ് ആയാലും രണ്ടുപേരും അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വാസ് വെരി വെൽ വർക്ക്ഡ്. അപ്പം എന്നും അല്ലെങ്കിൽ ഞാൻ ഉൾക്കൊണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആസ് എ സെക്കൻഡ് ജനറേഷൻ ബിസിനസ് വന്ന ഒരാളായതുകൊണ്ട് അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ്റെ ഒരു ക്യാപ്റ്റൻ പൊസിഷനിലാണ് എന്നെ ഇവർ പ്ലേസ് ചെയ്തത്. അപ്പോൾ അതായതുകൊണ്ട് ഐ വാസ് മോർ ഫോക്കസ്ഡ് ഓൺ കണ്ടിന്യൂയിങ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇവർ ഇത്രയും കാലം കൊണ്ട് നടന്ന പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അത്രയും ആ ഒരു മൂല്യങ്ങൾ ആ രീതിയിൽ തന്നെ കൊണ്ട് നടക്കാൻ ഞാനും കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൻ തിങ് ഇസ് ദാറ്റ് എന്നും ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഫാദർ ശ്രദ്ധിച്ചത് ഈ കൂട്ടുകച്ചവടത്തെ എന്നും ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പരസ്പര വിശ്വാസം എങ്ങനെ ചേർത്ത് പിടിക്കാൻ തമ്മിലുള്ള ഒരു ട്രസ്റ്റ് ഫാക്ടറാണ്. ഏതൊരു കൂട്ടുകച്ചവടത്തിലും ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണും. അപ്പം ഇതിൽ ആ ഒരു പരസ്പര വിശ്വാസം തന്നെ ആയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ കീ, ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് പ്രിറ്റി സ്ട്രോങ്. അത് ഞാൻ തന്നെ ആക്ച്വലി അവരെ കണ്ട്, അതായത് നമ്മൾ പറയും ഒരു ബിസിനസ് ഒരു MBA കോഴ്സിലും പഠിപ്പിക്കാത്തൊരു കോഴ്സാണ് ഈ ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഞാൻ ഒരുപാട് കണ്ടു പഠിച്ചത് എൻ്റെ മെന്റേഴ്സ് തന്നെ. അതെ, തീർച്ചയായിട്ടും. അത് കോഴിക്കോട്ടുകാരനെ പ്രത്യേകിച്ച് എടുത്ത് പറയണം. കാരണം ചെങ്ങായിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രിഷ്യസ് ആണ് അവർക്ക് വിശ്വാസം. വെരി ട്രൂ എവ്രിവെയർ. അപ്പം എനിക്കാണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ബിസിനസ്സിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. വി യൂസ് ടു ഡിസ്കസ് ഐഡിയാസ്, വി യൂസ് ടു ഡിസ്കസ് പ്ലാൻസ്. അപ്പോൾ കോഴിക്കോട്ടുകാർക്ക് ഐ ഫീൽ കൂടുതലുള്ള ആ ഒരു ഓൺടർപ്രണർ, അതാണ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഓൺടർപ്രണർഷിപ്പ് രണ്ടിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടു നടക്കാനായിട്ട് പ്രത്യേക കഴിവുണ്ട്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് രണ്ടുപേരും തന്ന ഒരു അഡ്വൈസ് എന്താണ് ശരിക്കും ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്ന സമയത്ത്? എന്നോട് അല്ലെങ്കിൽ എന്നും കെൻസ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ എന്നോട് ഇവരെന്നും പറഞ്ഞതെന്ന് പറഞ്ഞാൽ വാട്ട് എവർ ആൻഡ് വിച്ച് എവർ ട്രാൻസാക്ഷൻസ്, അല്ലെങ്കിൽ എന്ത് ബിസിനസ്സിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ഇറ്റ് ഷുഡ് ബി പ്രോപ്പർ ആൻഡ് ക്ലീൻ എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതായത് നേരും നിറയുമുള്ള ഒരു മനുഷ്യനാവണം, അതുപോലെ തന്നെ അത് ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്ത് നേരും നിറയുള്ള ഒരു ബിസിനസ്സുകാരനാവണം എന്നാണ് ഉപ്പ എന്നെ എന്നും പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ എന്നും പറഞ്ഞു തന്നൊരു കാര്യം. സോ വി മോർ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ് പ്രിൻസിപ്പിൾ. അപ്പം അതുകൊണ്ടൊരു വളരെ അല്ലെങ്കിൽ ഹെൽത്തിയർ ബിസിനസ്സാണ് എന്നും കെൻസ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതാണ് നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷനും നമ്മുടെ വളർച്ചയ്ക്കും. ഇപ്പൊ ഇന്ന് ഈ 2024 നിൽക്കുമ്പോൾ നമ്മൾ ആസ് മലബാർ ഏരിയയിൽ ഉള്ളതായതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നിപ്പ കൊറോണന്റെ നമ്മൾ മൊത്തം ലോകമെമ്പാടും ഫേസ് ചെയ്ത്, അതുപോലെ തന്നെ ഈ ഫ്ലഡിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ശരിക്കും ഞങ്ങളെ ജനറേഷൻ, ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ ജനറേഷൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടൊരു ജനറേഷനാണ്, ഒരുപാട് സർവൈവ് ചെയ്ത ജനറേഷനാണ്. അപ്പോൾ ആ ഒരുപാട് കണ്ട് വളർന്നുകൊണ്ടും അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇത് വളർന്നുകൊണ്ടും കുറച്ചും കൂടിയും സ്ട്രാറ്റജിക്കലി കാര്യങ്ങൾ മൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ കുറച്ചധികം ഫേസ് ചെയ്തതുകൊണ്ടും കുറച്ചധികം കണ്ടതുകൊണ്ടും we know what is thing. അപ്പോൾ ഈ നെക്സ്റ്റ് ഒരു പാൻഡമിക് വരുവാണെങ്കിൽ what is the planning which we should do, what is the thing which we should plan എന്നുള്ളത്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതായത് എങ്ങനെ ഇപ്പൊ ഈ നിൽക്കുമ്പോഴും ആ സർവൈവ് ചെയ്ത് ഹെൽത്തിയർ ആയിട്ട് നിൽക്കാന്ന് പറയുന്നത്, അത് ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഇതെല്ലാം പഠിച്ചത്. ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യനും കൂടിയാണ്. 2 ചോദ്യം ഉണ്ടാവും ഒറ്റ ചോദ്യത്തിൽ കേട്ടോ. അതായത് ഷഹദ് മൊയ്തീൻ്റെ സക്സസ് എന്താണ്, ഫെയിലിയർ എന്തായിരുന്നു എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഡെഫിനറ്റ്ലി അത് ഓവർകം ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. അപ്പം എന്തായിരുന്നു ആ ഒരു സക്സസ് പോയിന്റ്, എപ്പോഴും നിലനിർത്തുന്ന ഒരു സക്സസ് പോയിന്റ് എന്താണ്? അതുപോലെ തന്നെ അതിലൊരു ഫെയിലിയർ എന്തായിരുന്നു? കാരണം ഡെഫിനറ്റ്ലി ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഫെയിലിയർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു അപ്പ് ഡൗൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതെങ്ങനെയായിരുന്നു? അത് മറ്റൊന്നിനുമല്ല, ഇത് ബിസിനസ് തുടങ്ങുന്ന ആളുകൾക്കും അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇനി ഹാൻഡ് ഓവർ ചെയ്ത് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാനുള്ള ആളുകൾക്കൊക്കെ അതൊരു വലിയൊരു അഡ്വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ടിപ്പ്, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വഴികാട്ടി, അത്രേ ഉള്ളൂ. അല്ല, ആക്ച്വലി ഈ രണ്ട് ക്വസ്റ്റ്യനെ ഞാൻ കൺക്ലൂഡ് ചെയ്ത് എനിക്ക് ഒന്നായി പറയുമെങ്കിൽ, കെൻസ ആസ് മൈ സെൽഫ്
ഞങ്ങൾ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ കെൻസ ഇന്ന് വളർന്ന് ഇന്ന് കേരളത്തിൽ ഇത്ര അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറിയൊരു ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വാട്ട് ഐ ഫെൽറ്റ് ഇസ് ലൈക്ക് എന്നും നമ്മൾ നമ്മളെ തന്നെ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ എന്നും കോമ്പറ്റീറ്റർ ആയിട്ട് കണ്ടത് ഈ ഞങ്ങളെ തന്നെയാണ്. അപ്പോൾ ദാറ്റ് വാസ് ദി മെയിൻ തിങ്. I would always think, like I always say that the comparison, we could get inspired from others, but we should not compare ourselves to others എന്നുള്ളത്. ആ ഒരു കമ്പാരിസൺ ഇസ് ആൻ ലൈക്ക് മോർ ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഇസ് ആൻ ഇൻസൾട്ട് ടു അവർ ഓൺ ജേർണി. അപ്പം അതിൽ മോർ ദൻ കമ്പയറിങ് വി ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം എസ് ആൻഡ് ഇഫ് യു റിയലി വോണ്ട് ടു കമ്പയർ ഇറ്റ് വിത്ത് വാട്ട് യു വർ യെസ്റ്റർഡേ. അപ്പോൾ കെൻസ ഞങ്ങളെ പരസ്യത്തിലൊരു വാചകമുണ്ട്, ഞങ്ങൾ ലാസ്റ്റ് മമ്മൂക്ക വെച്ചിട്ട് ഷൂട്ട് ചെയ്ത അതിൽ ഫെൻസിങ് ആയിരുന്നു. അതിൽ ഒരു ഫെൻസിങ് വാൾ ഫൈറ്റിൽ കഴിഞ്ഞ് മമ്മൂക്ക പറയുന്ന ഒരു അവസാന വാചകം എങ്ങനെയാണ്, അതായത് ജയിക്കേണ്ടത് ഏറ്റവും ശക്തരോടായിരിക്കണം, അത് നിങ്ങളാവണം, കാരണം മത്സരം നിങ്ങളോട് തന്നെ ആവുമ്പോൾ അവസാനിക്കുന്നില്ല, മികച്ചതിനേക്കാൾ മികച്ചതിലേക്കുള്ള തുടക്കം. അപ്പോൾ ആ ഒരു മികച്ചതിനേക്കാൾ മികച്ചതെന്ന് പറയുന്ന ഒരു കോപ്പി അല്ലെങ്കിൽ ആ ഒരു ഇത് ഞങ്ങൾ വളരെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു 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 പ്ലാനാണ്. ആൻഡ് അതന്നെയാണ് എന്നും കെൻസയുടെ അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് ഞങ്ങൾ എന്നും കൊണ്ടുപോയത് അല്ലെങ്കിൽ എന്നും മെയിൻറ്റെയിൻ ചെയ്തൊരു കാര്യം അതാണ്. ഞങ്ങളോട് തന്നെ എന്നും എന്നും നമ്മുടെ ഒരു കോമ്പറ്റീഷൻ നമ്മൾ തന്നെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി ഡേ ഇപ്പം ഈ നിൽക്കുന്ന നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്ന ദിവസം തന്നെ ഐ വാസ് തിങ്കിങ് എങ്ങനെ ഹൗ കുഡ് ഐ ഇംപ്രൂവ് ആർ കമ്പനി ഇന്ന് നിൽക്കുന്നതിനെക്കാട്ടും എങ്ങനെ എനിക്ക് നാളെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം എന്നും ഞങ്ങളെ കോമ്പറ്റീഷൻ ഞങ്ങൾ നമ്മളോട് തന്നെയായിരുന്നു അത് അന്നും എന്നും ഫോക്കസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ബിസിനസ്സിൽ നമ്മൾ പറയും ഉയർച്ചകൾ ഉണ്ടാവാം, താഴ്ചകൾ ഉണ്ടാവാം, വീഴ്ചകൾ ഉണ്ടാവാം എന്നുള്ളത് പറയുന്നത്. ഈ ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദി പാർട്ട് ഓഫ് ബിസിനസ്. ആക്ച്വലി ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ അല്ല, ഐ വുഡ് സേ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതെന്നും നമ്മൾ 24/7 അലേർട്ടാണ്. വി ലൈക്ക് ഒരു സൺഡേ ആണ് ഇപ്പം നോർമലി ഇപ്പോൾ പേഴ്സൺ ഇസ് വർക്കിംഗ് മൺഡേ ടു സാറ്റർഡേ ഫ്രം ദിസ് ടൈം ടു ദാറ്റ്. സോ വി ഡോണ്ട് ഹാവ് ദാറ്റ്. കാരണം സൺഡേ ആണ്, ദർ ഇസ് എ മീറ്റിംഗ്, വി ഷുഡ് ഗോ ദെയർ. someone is coming to visit our factory, there is something going on, we should go there. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് ഇസ് ആക്ച്വലി എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അത് ആ ഒരു മാനസിക അവസ്ഥയാണ്. സോ ഇറ്റ് ഈസ് ലൈക്ക് വി ഈച്ച് ആൻഡ് എവറി ഡേ ഐ വുഡ് സേ ചലഞ്ചസ് ഒരു ആസ് എ മാനുഫാക്ചറിങ് യൂണിറ്റ് റൺ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൽ 6 മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്. ഇന്ന് കെൻസ ഗ്രൂപ്പിൽ ടോട്ടലി 900+ തൊഴിലാളികൾ, 900-ലധികം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഒരുപാട് പ്രശ്നങ്ങൾ പല ഭാഗത്തുനിന്നും പ്രൊഡക്ഷനായിട്ടും എല്ലാം ഉണ്ടാവാം. ഡെയിലി വി യൂസ് ടു ഫേസ് ചാലഞ്ചസ്. അപ്പോൾ ഇറ്റ് ഇസ് ദ തിങ് ഇസ് ഹൗ വി ആർ ഗോയിങ് ടു ഫേസ് ഇറ്റ് എന്നുള്ളത്. അതിനെ മനസ്സിലാക്കി അതിനെ കൂടുതൽ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ് ഞങ്ങളൊരു ടീം വർക്കായിട്ട് അതിലേക്കുള്ളൊരു ഡെസിഷൻ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകില്ല. അതിന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരുമിച്ച് ഇരുന്ന് ഇന്ന പ്രോബ്ലംസിൻ്റെ എല്ലാവരെയും സജഷൻസ് എടുത്ത് എന്നിട്ടൊരു ഡെസിഷൻ എല്ലാ ടീം അംഗങ്ങളും കൂടി ചേർന്നിട്ടൊരു ഡെസിഷൻ ഉണ്ടാക്കി. അപ്പോൾ ദാറ്റ് ഇസ് വാട്ട് ഐ ഫെൽറ്റ് അബൌട്ട് ഗ്രോത്ത് എന്നല്ല പറയുന്നത്. ശരിക്കും ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് അംഗീകരിക്കുന്നതാണ് ഏറ്റവും ഒബ്വിയസ്ലി. അത് പ്രോബ്ലം ഉണ്ടെങ്കിൽ വി ഷുഡ് സേ യെസ് there is a problem here. പിന്നെ ഒരു ഫെയിലിയർ നിന്നാണ് നമ്മൾ പഠിക്കുക എങ്ങനെയാണ്. ഇപ്പോൾ ഒരു പ്രാവശ്യം വാട്ട് ഐ ഫെൽറ്റ് ഒരു പ്രാവശ്യം ആ ഒരു ഫെയിലിയർ കണ്ട വി ലേൺ ഫ്രം ഇറ്റ് ആൻഡ് വി മേക്ക് ഷുവർ വി ഡോണ്ട് റിപ്പീറ്റ് ദാറ്റ് അഗെയിൻ. അപ്പോൾ ആ ഒരു ബിസിനസ്സിൽ എന്നും ശ്രദ്ധിച്ചൊരു കാര്യങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഫെയിലിയർ ഇട്ട് അതൊന്ന് പഠിച്ച് എങ്ങനെ ഓവർകം ചെയ്ത് ട്രൈ നോട്ട് ടു റിപ്പീറ്റ് ഇറ്റ് ആൻഡ് ട്രൈ ലൈക്ക് ഇനി മുന്നോട്ട് വരുന്ന കാര്യങ്ങളെ ഫോർകാസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നതാണ് ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അല്ല എന്നും ഏതൊരു ഓൺട്രപ്രണർ അതുപോലെ അലേർട്ട് ആയിരിക്കും. ഒബ്വിയസ്ലി. എനിവൈസ് താങ്ക് യു സോ മച്ച്. ഇത്ര നേരം നമ്മുടെ കൂടെ എനിക്ക് തോന്നുന്നു നമ്മൾ ബിസിനസിനെ കുറിച്ച് മാത്രമല്ല നമ്മുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. നേരം പോയത് പോലും അറിഞ്ഞില്ല. അത്രയധികം വളരെ വളരെ ലൈവായിട്ട് നമുക്ക് ആ ഒരു കോൺവെർസേഷൻ കിട്ടിയെന്നുള്ളതാണ്. എനിവൈസ് താങ്ക് യു കെൻസയ്ക്ക്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. ഇനിയും ഒരുപാട് അച്ചീവ്മെന്റ്സ് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്ലാനുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അതെല്ലാം വളരെ സൂപ്പറായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.